आज होना है क्या हम इस गेम को कभी खत्म नहीं कर सकते। तो ये है सबवे सर्फर। പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയങ്ങളെ, കുറേ ദിവസങ്ങൾക്ക് ശേഷം, അതായത് 6 ദിവസമായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട്. ഇത് 7ാമത്തെ ദിവസമാണ്. വീഡിയോ എടുക്കുന്നത് 7ാമത്തെ ദിവസമാണ്, അപ്ലോഡ് ചെയ്യുന്നത് 8ാമത്തെ ദിവസമായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരാഴ്ചയായി ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞായിരുന്നു. ഇപ്പം എല്ലാം മാറി ഓക്കെ ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. അങ്ങനെയൊന്നും മാറുന്ന കാര്യങ്ങളല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നത്. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടെല്ലാം ഓക്കെ ആയോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല. പിന്നെ ഞാൻ നിങ്ങളോട് പറയാറുള്ളതാണ്, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ നമ്മുടെ ഒരു നിലനിൽപ്പിൻ്റെ വിഷയം കൂടാണ്, നമ്മുടെ വരുമാനത്തിൻ്റെ ഭാഗമാണിത്. അപ്പോൾ അതൊക്കെ ഒരിക്കലും ഉപേക്ഷ വിചാരിക്കാതെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഒട്ടും പറ്റാത്ത ഒരു മാനസികാവസ്ഥ വന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഇത്രയും ഒരു ഗ്യാപ്പ് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അത്രയും ഞാൻ തകർന്ന ഒരവസ്ഥയിലായിരുന്നു മാനസികമായിട്ട്. താങ്ങാൻ പറ്റാത്ത അത്രയും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും ഞാൻ എന്താ പറയുന്നത്, നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിനൊക്കെ കാരണം നമുക്ക് വരുമാനം വേണം. അതൊക്കെ നമ്മൾ ജോലി ചെയ്യുന്നതിൽ നിന്നുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും ഓടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈ ലോകത്തൊരു മനുഷ്യരും അത് മനസ്സിലാക്കിയിട്ടില്ല, അത് മനസ്സിലാക്കാൻ ഒരാൾക്കും കഴിയത്തുമില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. ഞാൻ എന്താ പറയുന്നത്, നമ്മൾ മനസ്സ് ഒന്ന് പുകഞ്ഞ് കത്തുമ്പോഴും നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ദൈവം തന്ന അനുഗ്രഹമാണ്. പക്ഷേ ഒരു ഭാഗത്ത് അത് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ ചിരിച്ച് സന്തോഷിച്ച് നമ്മൾ അത്രയും പ്രസന്നതയോടെ നമ്മൾ ഏറെക്കുറെ വലിയ കുഴപ്പമില്ലാതെ നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും ചുറ്റും നിൽക്കുന്നവരുടെ വിചാരം എന്താ, അവൾ വളരെ ഹാപ്പിയാണെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ അവർ നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വീണ്ടും ഒത്തിരി അങ്ങ് തകർന്നു പോകും. നമ്മുടെ മനസ്സ് മനസ്സിലാക്കാതെ ചിലരുടെ സംസാരങ്ങൾ, വാക്കുകൾ, പ്രവൃത്തികളൊക്കെ ഒത്തിരി എൻ്റെ പറഞ്ഞാൽ തീരുമില്ല. എനിക്കതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പുറത്തു വരാൻ പറ്റുമെന്ന് പോലും ഞാൻ സംശയിച്ച ഒരു സമയമുണ്ട്. ഇപ്പോഴും ഒന്നിരുന്ന് ആലോചിച്ചാൽ ഞാൻ തീർന്നു. അതുകൊണ്ട് പലപ്പോഴും ഞാൻ സമയം ഇങ്ങനെ മെനക്കെടാറില്ല. ഒന്നിനു വേണ്ടിയിട്ടും എന്താ റെസ്റ്റ് എടുക്കാൻ സമയം കണ്ടെത്താതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി. ഇപ്പം ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. ഭയങ്കര എനിക്കത് ആ അവസ്ഥ പറയാൻ അറിയില്ല പ്രിയങ്ങളെ. പിന്നെ രാത്രിയിൽ കിടന്നാൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഉറങ്ങാത്ത രാത്രികളുണ്ടായിരുന്നു. ഞാൻ റേഡിയേഷൻ്റെ സമയത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. 2 മണി 3 മണി വരെയൊക്കെ എനിക്ക് ഒരു തരി പോലും എൻ്റെ കണ്ണടയ്ക്കാൻ പറ്റൂല. അത്രയും ഞാൻ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ശേഷം എത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ കിടന്നാൽ ഞാനൊന്നും ചിന്തിക്കാതെ കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവമാണ്. ഞാൻ ഇപ്പം എനിക്ക് തോന്നി ഏകദേശം ഒരു 2 മാസത്തോളമായിട്ട് എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. 2 മണി 3 മണിയൊക്കെ ഞാൻ ഫോണെടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കും, എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതിയെന്ന്. കൊച്ചുകളുടെ വീട്ടിലൊക്കെ പോയ സമയത്തൊക്കെ എനിക്ക് ഒട്ടും ഉറക്കമേ ഇല്ലായിരുന്നു. ഒന്നും ഉറങ്ങിയിട്ടില്ല. മാമി അപ്പം എന്നോട് ചോദിക്കുകയും ചെയ്തു, ഒട്ടും ഉറങ്ങിയില്ലല്ലോ എന്ന്. അപ്പം എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണിപ്പോൾ. അതിൻ്റെയൊക്കെ കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറയുമ്പോൾ വളരെ കുറച്ച് പേർക്കത് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തന്നെ പറയും. അപ്പം ഞാനിത് പിന്നെ ഞാൻ ആ കാര്യങ്ങൾ പറയുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കും, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ, ചെയ്യണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങണ്ടായിരുന്നല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകണ്ടായിരുന്നല്ലോ എന്ന് തോന്നും. ചിലർ മാത്രമേ എന്താണ് എൻ്റെ ഒരു നിലപാട് എന്താണെന്നുള്ളത് ചിലർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തു തന്നെ ആയിരുന്നാലും എന്നെപ്പോലെ
എൻ്റെ സാഹചര്യത്തിലും എൻ്റെ അവസ്ഥയിലും ഒക്കെ ജീവിക്കുന്ന കുറേ സ്ത്രീകളുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് എന്തായാലും എൻ്റെ ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ ഞാൻ ഷെയർ ചെയ്യാം, കുറേശ്ശെയായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങൾക്കും ഒരു എന്താ പറയുക, മോട്ടിവേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ചെങ്കിലും ഒരു ആശ്വാസം, ഒരു സമാധാനം എനിക്കും മുന്നോട്ട് പോകാൻ പറ്റും എന്ന് ചിന്തിച്ച് പോകാൻ ചിലർക്കെങ്കിലും കഴിയട്ടെ എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റിയില്ല, ഒട്ടും വയ്യായിരുന്നു. ഈ ഞായറാഴ്ചയും പള്ളിയിൽ പോയിട്ടില്ല. രാവിലെ നല്ല മഴയായിരുന്നു. പിന്നെ പല്ലിൻ്റെ കാര്യങ്ങളുമായിട്ട് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അങ്ങനെ കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾ, ആഹാരം കഴിക്കാനൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം അതെല്ലാം ഓക്കെ ആയി വരുന്നു. ഇനിയിപ്പം അടുത്ത ഒരു ചൊവ്വാഴ്ച അതിന് വേണ്ടിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് കഴിഞ്ഞില്ല എൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇനിയും കുറച്ചുകൂടുന്നുണ്ട്. ഈ പോടുള്ള ഭാഗത്തൊന്നും ചെയ്തിട്ടില്ല, അത് ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് വേണം ഈ ഭാഗത്തോട്ട് വരാൻ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് കഴിഞ്ഞ ആഴ്ച മുഴുവനും അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സംസാരിക്കാനും പ്രയാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ആണ് വീഡിയോ കുറച്ച് വെച്ചതും അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഒരുപക്ഷെ വീഡിയോ എടുക്കാതിരുന്നതും കാര്യമായി. കാരണം നിങ്ങൾക്ക് ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതോ ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് തീരെ പിടിക്കാഴിയേ വരും. അതുകൊണ്ട് അത് മാറ്റി വെച്ചത് നന്നായി എന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ഞായറാഴ്ച കുറേ താമസിച്ചാണ് എഴുന്നേറ്റത്. ഞാൻ പറഞ്ഞില്ലേ, ഉറക്കമില്ലെങ്കിലും രാവിലെ എഴുന്നേക്കാൻ എനിക്ക് മടിയാണ്. ശരീരം മൊത്തം വേദനയാണ്. പകലത്തെ ഓട്ടപ്പാച്ചിലും ഒക്കെ കൊണ്ട് വയ്യാഴികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്നെന്തായാലും രാവിലെ ജോലിക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് സമയം കൂടെ കിടന്നു. പിന്നെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എഴുന്നേറ്റത്. അത് മോനുകുട്ടൻ എഴുന്നേറ്റ് അവൻ ചായയൊക്കെ ഇട്ടു. പിന്നെ ഇന്നലെ ഗോതമ്പ് പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഇന്ന് രാവിലത്തേടെ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പം മോനുകുട്ടൻ കഴിച്ചു, ഞാൻ കഴിക്കട്ടെ. കുറച്ച് തുണികളൊക്കെ വാഷിംഗ് മെഷീനകത്ത് എടുത്തിട്ടേക്കുന്നു, അതൊക്കെ ഒന്ന് വിരിക്കണം. ചോറ് ഉച്ചക്കലത്തേക്ക് കുറച്ചിരിപ്പുണ്ട്. പിന്നെ മീൻ വാങ്ങി വെച്ചിട്ടുണ്ട്, മത്തിയാണ്. ഭയങ്കര വിലയാണ് ഇവിടെ മീൻ. എല്ലായിടത്തും അങ്ങനെ ആണോ എനിക്കറിഞ്ഞുകൂടാ. മത്തി മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്, അത് വറക്കാം എന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് കൂണിരിപ്പുണ്ട്, അതും വാങ്ങിയതാട്ടോ. അത് നമുക്ക് തോരൻ പോലെ വല്ലതും വെക്കാം, മോരുകറി വെക്കാം. ഇങ്ങനെയാണ് എൻ്റെ മനസ്സിലെ ഉദ്ദേശം. പിന്നെ അമ്മയുടെ അടുക്ക വരെ ഒന്ന് പോകണം. പിന്നെന്താണ്, വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ വിശേഷങ്ങളൊക്കെ എൻ്റെ പ്രിയങ്ങളോട് പറയാനുള്ളതൊക്കെ ആയിട്ട് പറയാം. പിന്നെ എന്താണ്, മുത്ത് അവന് എക്സാം കഴിഞ്ഞു. ഇനിയിപ്പം അവൻ്റെ ഇൻറ്റേർണൽ എക്സാം എല്ലാം കഴിഞ്ഞ് ആഡ് ഓൺ ക്ലാസ്സും കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ദിവസം ലീവുണ്ട്, അതിന് വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ വരവിൽ നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം നടത്തിയെടുക്കാം എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. നടക്കുമെന്ന് അറിഞ്ഞുകൂടാ, കാരണം ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതും അങ്ങനെ വിചാരിക്കുന്നു, ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു. പക്ഷേ അവൻ വരുമ്പോൾ അത് ചെയ്യണം എന്ന് തന്നെയാണ്, അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് അതൊരിക്കലും നിവർത്തിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്നു. ഇന്ന് അതായത് 17-ാം തീയതി ബസ്സിനാണ് വരുന്നത്. ട്രെയിനിന് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പൂൻ്റെയൊക്കെ ഗ്രാജുവേഷൻ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിന് അവരുടെ ഫാമിലി എല്ലാം അവിടെ ഉണ്ട്, അവരെല്ലാവരും തിരിച്ചു വരുന്നുണ്ട്. അപ്പം മുത്തും അവരുടെ കൂടെയാണ് വരുന്നത്. അപ്പം നാളത്തെ വീഡിയോയിൽ മിക്കവാറും മുത്തും കാണും കേട്ടോ. അപ്പോൾ അതൊരു സമാധാനമുണ്ട്. ഇനി എന്തോ ഭാരം വന്നാലും കുറച്ച് ഞാൻ അവൻ്റെ മുകളിലോട്ട് അങ്ങ് ഇറക്കി വയ്ക്കും. അപ്പം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം ഞാൻ കഴിക്കട്ടെ പ്രിയങ്ങളെ, മെഡിസിനൊക്കെ ഉണ്ട്, ഞാൻ കഴിച്ചിട്ട് ബാക്കി ജോലികളും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തീർക്കാം. ഒരുപാട് പേര് വിവരങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്, എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട്, സ്നേഹം അറിയിച്ചിട്ടുണ്ട്. എല്ലാവരോടും ഒത്തിരി സ്നേഹമുണ്ട്. നിങ്ങൾ അത്രയും എന്നെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നു എന്നറിയുന്നത് വലിയ സന്തോഷമാണ്. തുടർന്നും സപ്പോർട്ട് ചെയ്യണം, വീഡിയോ കാണണം. എല്ലാ സാധാരണക്കാരായ മനുഷ്യരുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ നടക്കുമ്പോൾ ചില മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അലച്ചിലുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. വിശക്കുന്നു, 10-10:30 സമയം കേട്ടോ. കഴിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കടക്കാം. എൻ്റെ വിവരങ്ങൾ അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാവരോടും ഒരുപാട് സന്തോഷം കേട്ടോ. മഴയാണ്, കരണ്ടെല്ലാം പോയി. ഇവിടെ അതേ ഒരാൾ റിപ്പയറിങ്ങിന് ഇറങ്ങി. കുഞ്ഞോടെ ബസ് റിപ്പയർ ചെയ്യുമോ? കുഞ്ഞോ നിന്നെ ശരിയാക്കും കേട്ടോ.
ഇങ്ങോട്ട് നോക്ക, ഒത്തിരി ദിവസമായി മോനിക്കുട്ടനെയൊക്കെ എല്ലാരും കണ്ടിട്ട്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഹായ് പറ. ഉം. 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 മുടി വളർന്നു. അച്ചാച്ചൻ വരും കേട്ടോ രാവിലെ, നാളെ. അപ്പൊ അച്ചാച്ചനെ കൊണ്ട് മുടി വെട്ടിപ്പിക്കാം. 4:30 ആകുമ്പോ പോണം കേട്ടോ. 4:30 ആകുമ്പോ ടീച്ചർ വിളിച്ചു. 4:30 ആകുമ്പോ എങ്ങനെ പോകും ഇരുട്ടത്ത് എനിക്കറിയത്തില്ല. വെള്ളം ചെറിയ ബോട്ടിലിനകത്ത് വെള്ളം എടുത്തോണമെന്ന് പറഞ്ഞു. പിന്നെ ബനിയൻ ടൈപ്പ് ഡ്രസ്സ്, ഒരു ജോഡി സോക്സ് ഇത്ര എടുത്തോണമെന്ന് പറഞ്ഞു. അയ്യോ, അമ്മയ്ക്ക് ഒക്കത്തില്ല, അമ്മയ്ക്ക് ബസ്സിലൊന്നും അത്രയും വരാൻ വയ്യ. മഴ ഇങ്ങനെ ചന്നം ഭിന്നം ചാറി നിൽക്കുക, ഒരു രസവും ഇല്ല. രാവിലത്തെ കഴിച്ചു, മരുന്നൊക്കെ എടുത്ത് കഴിച്ചു. എന്നിട്ട് ഞാൻ ഫോണും കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫോൺ കുത്തിയത് സുചേച്ചി വിളിച്ചായിരുന്നേ. അപ്പൊ സുചേച്ചിയോട് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് കറണ്ട് പോയത്. പിന്നെ കുറച്ച് അരി ഉഴുന്നും വെള്ളത്തിലിട്ടു. നാളെ മുത്ത് വരുമല്ലേ, അപ്പൊ ദോശ ഉണ്ടാക്കാം, അല്ല പിന്നെ എന്തോ പ്രത്യേകിച്ച് ഇപ്പൊ ഉണ്ടാക്കി വെക്കാം. ദോശ ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് അപ്പൊ അത് എല്ലാം കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് അരി ഉഴുന്നും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം തുണികൾ വാഷിംഗ് മെഷീനകത്ത് കിടക്കുന്നത് ഞാൻ പറഞ്ഞില്ല, അതൊന്ന് എടുത്ത് വിരിക്കണം. പാത്രമെല്ലാം ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് അടുക്കളയെല്ലാം ഒന്ന് തൂത്തിട്ട് നമുക്ക് അമ്മമ്മയുടെ അടുക്ക വരെ പോകാം. ഇന്ന് എനിക്ക് വയസ്സ് 42ആയി. ഇന്ന് വരെ അമ്മയുടെ പിറന്നാളിനെ പറ്റി പറഞ്ഞിട്ടുമില്ല, ഞങ്ങളങ്ങനെ ഒരുങ്ങിയിട്ടുമില്ല. ഞങ്ങളുടെ പിറന്നാൾ ഒരുങ്ങാറുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പ്രായമായി, നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോൾ നമ്മൾ അതും അങ്ങനെ വലിയ ഓർക്കാറുണ്ട്, ഒരുക്കങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പം ഇന്നലെ അമ്മയുടെ പിറന്നാൾ ഇന്നാണ് എന്ന് എന്നോട് പറഞ്ഞു. വൈകിട്ട് ഞാൻ ജോലി കഴിഞ്ഞ് ചെന്നപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ അവിടെ വരെ പോയിട്ട് അമ്മയ്ക്ക് ബിരിയാണിയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്, അപ്പോൾ ഒരു സ്പെഷ്യൽ ബിരിയാണി ഓർഡർ ചെയ്ത് കൊടുക്കാം. എനിക്ക് പോയി വാങ്ങിക്കാനൊന്നും വയ്യ, കൊടുക്കാം എന്ന് വിചാരിച്ചാണ്. കേക്ക് ഒന്നും മേടിക്കുന്നില്ല, കാരണം അമ്മയ്ക്ക് ഓൾറെഡി ഷുഗർ ഉണ്ട്. അമ്മ ഒരു കൺട്രോളും ഇല്ല, അമ്മ ചായയൊക്കെ മധുരം ഇട്ടൊക്കെ കുടിക്കുന്നത്. അപ്പോൾ എനിക്ക് പേടിയാണ്. അപ്പം കേക്ക് മേടിച്ചെന്ന് പറഞ്ഞാലും അമ്മ ഇതിന് കഴിച്ചു കളയും. അതുകൊണ്ട് കേക്ക് വാങ്ങിക്കുന്നില്ല, ബിരിയാണി വാങ്ങിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ നമുക്ക് ജോലിയൊക്കെ ഒതുക്കിയിട്ട് അവിടെ വരെ പോകാം. മഴയാണ്, മഴ തോരുന്നതനുസരിച്ച് പോകാം. എന്നിട്ട് വൈകിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ചോറുണ്ണാം. അതല്ലയോ നല്ലത്, അത് മതി. കൊണ്ടുപോകാൻ ടൈപ്പ് കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ. വഴിയൊക്കെ തരാം, ഇതൊന്നും കളയല്ലേ, പണം കാണാനാണ്. മഴയത്ത് ഒരാൾ സൈക്കിൾ ചവിട്ടാൻ ഇറങ്ങിയിട്ടുണ്ട്. ഓർഡർ ചെയ്തിപ്പോൾ വരും. എന്നിട്ട് അങ്ങോട്ട് പോകാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. മോനിക്കുട്ടിനൊന്ന് കുളിക്കണം, അത്രേ ഉള്ളൂ. ഉടുപ്പയിലെല്ലാം ചള്ള തെറിക്കുന്നെന്ന്. ആ ആ മഴ ഇച്ചിരി തോർന്ന് നിൽക്കുക. ഫുഡൊക്കെ വന്നു, നമുക്ക് അമ്മമ്മയുടെ അടുക്ക പോയാലോ. അമ്മ പറഞ്ഞ സ്ഥിതിക്ക് അമ്മയുടെ കൂടെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു നേരം കൊടുക്കാം എന്ന് ആഗ്രഹിച്ച് മാത്രം ചെയ്യുന്നതാ കേട്ടോ. പിന്നെ അപ്പോൾ പോയിട്ട് വരാം. മോനിക്കുട്ടൻ കുളിയൊക്കെ കഴിഞ്ഞു, ഇനി ഞങ്ങൾ പോയേച്ചും വരാം. മഴ ഇച്ചിരി തോർന്നു, എന്നാലും ഉണ്ട് കേട്ടോ, നല്ല പെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പൊ പോയിട്ട് വരാം. മഴ കണ്ടപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം ചൂടാക്കി കുളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.
പിന്നെ വിചാരിച്ചു, പിന്നെ തുണിയൊക്കെ വിരിച്ചിട്ട് വന്നപ്പോൾ എനിക്കങ്ങ് ചൂടായി. പിന്നെ പച്ചവെള്ളത്തിൽ കുളിക്കാമെന്ന് വിചാരിച്ചു. എന്തുമല്ല, ചൂടുവെള്ളം ഞാൻ കൊണ്ട് ഒഴിച്ച് തണുപ്പിച്ചാണ് കുളിച്ചത്. ഇപ്പം എനിക്ക് തണുക്കും. അയ്യോ, മറ്റേ ആ സ്പേസ് തീർന്നു കേട്ടോ, സ്പേസ് തീർന്നു. ഹാപ്പി ബർത്ത്ഡേ പറ. ഹാപ്പി ബർത്ത്ഡേ. അയ്യോ, ഇങ്ങനെ ഒരു ഒഴുക്ക. ഹാപ്പി ബർത്ത്ഡേ. അമ്മമ്മയ്ക്കും മോനും മാത്രം. എനിക്ക് ചോറും ഒരു ഫോട്ടോ. കപ്പ എടുത്ത് വെളി വെച്ചോ. കപ്പയും ചോറും ഒക്കെ. എന്തുവാ അവിടെ നിന്ന് എങ്ങാണ്ട് കിട്ടിയെന്ന്. ഇല്ല, ചോറൊക്കെ ഉണ്ടിട്ട് ഞാനിങ്ങോട്ട് വന്നതാട്ടോ. ഈ വഴി ഓർമ്മയുണ്ടോ പ്രിയങ്ങളെ? ഞാനും മോനിക്കുട്ടനും കൂടെ വൈകുന്നേരമൊക്കെ മോനിക്കുട്ടൻ സൈക്കിൾ ഓട്ടാൻ പഠിച്ചത് ഈ റോഡിലാണ്. ആ റോഡാണ് ഈ റോഡ്. ഞാനിതുവഴി ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോവാണേ. ഒരു സ്ഥലം വരെ പോവാ. എങ്ങോട്ടാണെന്നൊക്കെ എൻ്റെ പ്രിയങ്ങളോട് ഞാൻ വൈകാതെ പറയുന്നതായിരിക്കും. അപ്പം അങ്ങോട്ട് പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങ് വീട്ടിൽ പോകും. അമ്മ വരുന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ അവിടെ എണ്ണ കാച്ചുന്ന ജോലി. അപ്പോൾ അത് തുടങ്ങി വെച്ചത് കൊണ്ട് ഇനിയിപ്പോൾ അത് തീർക്കാതെ ഇറങ്ങുന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങോട്ട് പോരുന്നു. മോനിക്കുട്ടൻ അവിടെ സൈക്കിള്, ആശുവും കേശുവും എല്ലാവരും കൂടെ അവിടെ ഉണ്ട്. അതുകൊണ്ട് മോനിക്കുട്ടൻ വന്നില്ല. അവരുടെ കൂടെ സൈക്കിൾ ഓടിക്കുകയും കളിക്കുകയും ഒക്കെയാണ്. അപ്പം ഞാൻ പതുക്കെ ഇങ്ങോട്ട് നടന്നിങ്ങി പോരുന്നു. മഴ പെയ്താൽ കുളമാകും. കുടയൊന്നുമില്ല. ഇങ്ങനെ നടന്ന് പോവാം. നടന്നതിൻ്റെ ക്ഷീണം കൊണ്ട് ഞാൻ ഇങ്ങോട്ട് കിടന്നു. മഴക്കോളുണ്ട്, ഇടയ്ക്ക് ഇച്ചിരി വെയിൽ വരും. ഇവിടെ അമ്മ എണ്ണ കാച്ചുന്നതിൻ്റെ മണമെന്ന് പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കൊണ്ടൊന്നും പറയുന്നില്ല. വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്തിനാ പിന്നെ എടുക്കുന്നു? അമ്മ പറഞ്ഞല്ലോ ഇന്നലെ വേണ്ടാന്ന് പറഞ്ഞു. ആരാ പറഞ്ഞു? അപ്പൊ കഴിക്കണ്ടെങ്കിൽ അന്നേരം ഇഷു ബേബി എന്തിയാ? ആശു നിങ്ങളുടെ കൂടെ എന്തോ കരാട്ടെ പഠിക്കാൻ വരുന്നോ? ബോക്സിങ് പഠിക്കാൻ വരുമോ ഇപ്പൊ? ഇല്ലയോ? അവളെ കൂടെ ബോക്സിങ് പഠിപ്പിക്കേ. ഞങ്ങളിങ്ങി വന്നു. അയ്യോ, എങ്ങനെ പോകും രാവിലെ? വയ്യ രാവിലെ ഒന്നും വണ്ടി ഓടിക്കാനൊന്നും. നാളെ ഇവിടുന്ന് ഒരാള് ടൂറിന് പോവാ. എവിടാ മോനു? സിൽവർ സ്റ്റോമോ? പള്ളിയിൽ നിന്നുള്ള OBSന്റെ ടൂറാട്ടോ. കഴിഞ്ഞ വേറൊരു ഡേറ്റ് ആയിരുന്നു, അത് മാറ്റിയിട്ട് മാർച്ച് അല്ലല്ലോ, മെയ് 18 ആക്കിയതാണ്. അപ്പം നാളെ രാവിലെ 4:30 ആകുമ്പോഴത്തേക്ക് പള്ളിയുടെ അവിടെ കൊണ്ടുവിടണം. അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഒന്നും വാങ്ങിച്ചത് ഇരിപ്പില്ല. അപ്പം പിന്നെ വിക്സ് മിഠായി
വായിലിടെ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റ് വരെ പോയിട്ട് വരാം. കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വന്നിട്ട് എടുത്ത് വെക്കണം. ഒരു ജോഡി ഡ്രസ്സ് എക്സ്ട്രാ കൊണ്ടുചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിലൊക്കെ ചാടുമ്പോൾ ഇടാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് ബാഗിനകത്ത് ആക്കി വെക്കണം. ചെറിയൊരു ബോട്ടിൽ വെള്ളവും അങ്ങനെയൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ പോയേച്ചി വരാം. കൊച്ചുമോനെ കാണാൻ ഒരാള് ചെറുതായിരുന്നു. ടി വി നിർത്തി ജാനിക്കുട്ടി. ടിവിയുടെ ശബ്ദം. എന്തോ മാമി ഒരു കാര്യം ചോദിക്കട്ടെ. അയ്യോ മാമിയുടെ തല. മാമി ഒരു കാര്യം ചോദിച്ചിട്ടെ. മാമിയുടെ പൊന്നോ എന്തി? മാമിയുടെ പൊന്നോ, മാമിയുടെ ചക്കരമുത്ത് എന്തി? മാമിയുടെ വക്കാളിച്ചക്കൻ എന്തി? മാമിയുടെ കള്ളച്ചക്കൻ എന്തി? മാമിയുടെ പൊന്നെന്തി? മാമിയുടെ സ്വത്തെന്തി? എന്റെ പൊന്നുമോൻ എന്തിയേ? അമ്മമ്മയുടെ പൊന്നോനാ. അമ്മമ്മയുടെ പൊന്നോനാ അല്ലേ? ചേച്ചിയുടെ കഴുത്തല്ല ഇറങ്ങിക്കിടക്കും. ഏതാണ്ട് സ്വപ്നത്തിൽ പോയി. ഞാൻ അലമാരി അടിക്കിയപ്പോ ചേട്ടൻ്റെ ഒരു ഷർട്ട് എടുത്ത് ഞാൻ ഇട്ട. അപ്പൊ എന്നെ വിളിക്കാം, അച്ചാച്ചി 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 എന്തി? ഓഗസ്റ്റ് വരുമല്ലോ. 2 മാസം കൂടെ അല്ലേ? സ്കൂൾ തുറപ്പ് കഴിയുമ്പോ ജൂൺ കഴിയും. യൂണിഫോം തയ്ച്ച് കിട്ടുമ്പോഴത്തേക്ക് ജൂലൈ കഴിയും. ഞാൻ പോന്നു കഴിഞ്ഞ് അവിടെ വളരെ നല്ല മാറ്റങ്ങളാണല്ലോ. എല്ലാവരും വിളിച്ചപ്പോ പറയാം. ഞാനിഞ്ഞ് പോന്നു കഴിഞ്ഞപ്പോ അവിടെ ഒത്തിരി മാറ്റങ്ങൾ വന്നല്ലോ. ഞാൻ പറഞ്ഞു ഈ വർഷം ഓണത്തിന് മോനുവേ, എന്താ മോനെ അവിടെ പോയിരിക്കുന്നേ? നീ വണ്ടിയെന്ന് ഇറങ്ങിക്കേ. ഇങ്ങോട്ടൊന്ന് വന്നേ മോനു. ഞാനാ വിളിച്ച്. എന്തുവാ? ആഹാ, ഈ ഡയലോഗൊക്കെ ഇവിടെയും കിട്ടിയോ? ഒന്നുമില്ലേ? പിന്നെന്തുവാ? പറ. എന്തുവാ വീട്ടിൽ തന്നെ ഇങ്ങോട്ട് വന്നേ? മറ്റേ ഇങ്ങോട്ട് വരാൻ മോനൊരു തീർച്ചയായിരുന്നു. ഇപ്പൊ എന്താ തിരിച്ചു പള്ളിന്ന്. യേശുവിന്റെ അടുക്കുവന്ന്. യേശുവിന്റെ അടുക്ക എന്നാ പോന്നെ. സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ജാനിക്കുട്ടിയുടെ അടുത്തൊന്ന് കയറിയിട്ട് എളുപ്പം വരാൻ പോയതാണ്. ഇപ്പോഴാണ് വന്നത്. 7 മണി കഴിഞ്ഞു. 7:30 ഓ, മോനുകുട്ടനെ കൊണ്ടുപോവാൻ വിക്സ് മിഠായി, പിന്നെ എന്താ ഉപ്പ് ബിസ്ക്കറ്റ്, പിന്നെ കുഞ്ഞ് റൗണ്ട് ബിസ്ക്കറ്റില്ലേ അതേ മേടിച്ചുള്ളൂ കേട്ടോ. പിന്നെ ഇനി കൊണ്ടുപോകാൻ ഒരു ജോഡി ഡ്രസ്സും തോർത്തും സോക്സും അങ്ങനെയൊക്കെ ഉള്ളത് എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ മോനുകുട്ടൻ തന്നെ എടുത്ത് വെച്ചോളും. ഞാനപ്പം മീൻ മറക്കാനുള്ളത് പുരട്ടി വെച്ച് വേണ്ട തോരനും റെഡിയാക്കി നമുക്ക് ചോറുണ്ണാൻ. പിന്നെ അരി ഉഴുതും വെള്ളത്തിലിട്ടിട്ടുണ്ട്, അരച്ച് വെക്കണം. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ജോലികളുണ്ട്. ട്രെയിനിലല്ല ബസ്സിന് കയറിയിട്ടുണ്ട്. നാളെ ഒരു 9 മണി 9:30 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരാൻ പറ്റും. അതിന് മുമ്പ് രാവിലെ മോനുകുട്ടനെ കൊണ്ടാക്കണം. അപ്പോൾ ഇത്രയൊക്കെ ജോലികളൊക്കെ 5 എണ്ണം എടുത്തിട്ടുണ്ട് വറക്കാൻ. വേറെ കറികളൊന്നും ഇല്ലല്ലോ. വെള്ളം അത്യാവശ്യമില്ല. പിന്നെ വണ്ടിയിലുണ്ടെന്നാ പറഞ്ഞത്. പിന്നെ എടുത്തോ, നിനക്ക് എപ്പോഴും വെള്ളം കുടിക്കേണ്ടത്.
പ്രശ്നവുമില്ല. നമ്മുടെ ചെവിയുടെ കുത്തല് അല്ലേ? കട്ടില് നമ്മുടെ ചെവിയുടെ കുത്തല്. തോരൻ വെക്കാനുള്ളത് അരി കേട്ടോ, ഇച്ചിരി തേങ്ങ, പെരുംജീരകം ഇതൊക്കെ ഇട്ടാണ് ഞാൻ തോരൻ വെക്കുന്നത്. വീഡിയോ എടുക്കാനുള്ള ഒരു സുമാറില്ല പ്രിയങ്ങളെ, അതുകൊണ്ട് വീഡിയോ ഇല്ല. എപ്പോഴെങ്കിലും ഇനി ഇതുപോലെ തോരൻ വെക്കുന്നതിൻ്റെ വീഡിയോ വേറൊരു ദിവസം ഇടാം. കടുകിട്ടു, കറിവേപ്പില ഇട്ടു. എൻ്റെ കൂൺ ഞാനിങ്ങനെ ചെറിയ പീസാക്കി അതാണ് ഇടുകയാണ്. എന്നിട്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കാം. ഉപ്പിട്ടു, അടച്ച് വെക്കട്ടെ. അരപ്പ് ചേർക്കാതെ ഞാൻ അരപ്പിന് തേങ്ങയും മഞ്ഞൾപ്പൊടിയും പെരുംജീരകവും കൂടെ ചേർത്തേക്കുന്നത്. തേങ്ങ ചതയാനുണ്ട്. ശരിക്കും ഞാൻ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. വേണമെങ്കിൽ പച്ചമുളകോ ഉണക്കമുളകോ മുളക് പൊടിയോ എന്ത് വേണേൽ ചേർക്കാം. പെരുംജീരകം ചേർത്തത് കൊണ്ട് കുരുമുളക് പൊടി ഇട്ടുന്നേ ഉള്ളൂ. എനിക്ക് ആ ഒരു കോമ്പിനേഷൻ ഇഷ്ടമാണ്. നമ്മുടെ കൂണ് തോരൻ റെഡി ആയിരിക്കുകയാണ്. ഉപ്പ് നോക്കട്ടെ. ഞാൻ മീൻ വറക്കാനിടട്ടെ, എന്നിട്ട് അരി അരയ്ക്കാം. പിന്നെ മാമിക്കൊക്കെ അടുക്കള പണിയുക കേട്ടോ, കുഞ്ഞൊരടുക്കള. അവർക്ക് അടുക്കള ഇല്ലായിരുന്നു. ഷീറ്റ് ഇട്ടിട്ട് സൈഡൊക്കെ ടാർപ്പ കെട്ടിയേക്കുമായിരുന്നേ. അവിടെ ആയിരുന്നു മാമി ഗ്യാസൊക്കെ വെച്ചിരുന്നത്. അപ്പം ഇപ്പം മഴയൊക്കെ ആയപ്പം ഭയങ്കര മഴയ്ക്കോട്ട് ടാർപ്പ എല്ലാം പോയായിരുന്നു. അപ്പം എവിടെ നിന്നൊക്കെയോ പൈസ തിരിച്ച് മറിച്ച് അടുക്കള പണിയാണ് അവിടെ. അരി അരയ്ക്കാനോട്ട് എടുത്ത് വെച്ചേക്കുക. നമുക്കങ്ങോട്ട് വെക്കാം. രാവിലെ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിരുന്നതാണ് കേട്ടോ പച്ചരി. അരി അരച്ചെടുത്തു. അരച്ചു വെച്ചിട്ട് ചോറുണ്ണാം വിചാരിച്ചു. കഴിക്കാം. ചോറുണ്ട്, രാവിലത്തെ പൊറോട്ട ഇരിപ്പുണ്ട്. വേണോ ഗോതമ്പ് പൊറോട്ട? എന്നാ ബാ, അത് നോക്കിയില്ല. വാ. അമ്മ മീൻ വറുത്തു, കൂണ് തോരൻ വെച്ചു. മത്തി വറുത്ത എടുക്കട്ടെ? വേറെ പാത്രത്തിൽ വേണം? ആ, അതിൽ ഇച്ചിരി എരിയ. ആ, അമ്മ ഇച്ചിരി എരിയായിട്ട് ഉണ്ടാക്കിയതാ രാവിലെ. എടുത്തോ. ഓ, അതിനു വേണ്ടിയൊന്നും പിന്നെ എന്തോ നോക്കുന്നു. എത്ര ദിവസമായില്ലയോ? മോനുകുട്ടൻ ഗോതമ്പ് പൊറോട്ട എടുത്ത് കഴിക്കാൻ. ഞാൻ ഇച്ചിരി ചോറും ഒഴിച്ചു കൂട്ടാൻ തൈരുണ്ട്, പക്ഷെ ഞാൻ എടുക്കുന്നില്ല. തൈര് എനിക്ക് വേണ്ട. കൂണ് തോരൻ വെച്ചതും പിന്നെ മീൻ വറുത്തതും. ഒത്തിരി ദിവസത്തിന് ശേഷമാണ് മത്തി വറുത്ത് കൂട്ടുന്നത്. 2 മത്തി എടുത്തിട്ടുണ്ട്. ഇത് നാരങ്ങ കേട്ടോ, നാരങ്ങ അച്ചാറാണ്. അതും കൂടി എടുത്തു. അപ്പോൾ എൻ്റെ ഇന്നത്തെ അത്താഴം ഇതാണ്. ഒരുപാട് സ്നേഹത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം പ്രാർത്ഥനകൾ അറിയിക്കുന്നു. നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്ന് നമുക്ക് ടാറ്റ പറയാം. ഓക്കെ, ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.